ഇങ്ങനെ ടെറസിൻ്റെ മുകളിൽ ഇങ്ങനെ കാത്തുകൊണ്ട് നിൽക്കുകയാണ് നമ്മുടെ നന്ദുവിനെ എപ്പോഴാണ് വരുന്നതെന്ന്. അപ്പോഴത്തേക്കും നമ്മുടെ നന്ദു ബൈക്കിലിങ്ങനെ എത്തുന്നുണ്ട്. ഗേറ്റ് തുറന്ന് കയറി വരുമ്പോഴത്തേക്കിനൊക്കെ ഭയങ്കര സന്തോഷമാവുകയാണ് എനിക്ക്. അപ്പോഴത്തേക്കിനും ഇങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം മാറി ഓടി നടന്ന് ഇങ്ങെത്തുമ്പോഴത്തേക്കിനും ഒരു 2-3 പ്രാവശ്യമായിട്ട് നമ്മുടെ നന്ദുവിനെ നോക്കുന്നുണ്ട്. എന്നിട്ട് മേലെ തന്നെ വിളിച്ചിട്ട് ഹായ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എപ്പോഴും നമ്മുടെ പാര പോലെ നമ്മുടെ അനാമിക ഉണ്ടാവുമല്ലോ, അതുപോലെ തന്നെ ഇപ്രാവശ്യവും നമ്മുടെ അനാമിക വന്നിട്ടുണ്ടായിരുന്നു. നന്ദുവിനെ നോക്കിയിട്ട് മുഖം ഇങ്ങനെ തിരിഞ്ഞ് നോക്കുന്നത് ഡയറക്റ്റായിട്ട് നമ്മുടെ അനാമികയുടെ മുഖത്തേക്കാണ്. അപ്പോൾ നമ്മുടെ അനാമിക ചോദിക്കുകയാണ് സന്തോഷമായല്ലോ എന്നിങ്ങനെ ചോദിക്കുകയും അപ്പോൾ നമ്മുടെ അനി പറയുന്നുണ്ട് ഇവിടെ ദുഃഖിക്കാനും മാത്രം ഒന്നും ഉണ്ടായില്ലല്ലോ. എന്നിട്ട് നമ്മുടെ അനാമിക പറയുന്നുണ്ട് എന്നിട്ട് സന്തോഷിക്കാൻ വകയുണ്ടായല്ലോ എന്നിങ്ങനെ പറയുവേ. നീ നിൻ്റെ പാട് നോക്കി പോകുമെന്ന് പറഞ്ഞിട്ട് അനി അവിടെ നിന്നും പോവുകയാണേ. നമ്മുടെ നന്ദു ഇങ്ങനെ സന്തോഷത്തോടെ ഉള്ളിലേക്ക് കയറി വരുവാണ്. അപ്പോൾ നയനെ അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. എന്നിട്ട് നന്ദു വരുന്നത് ഓടിച്ചെന്ന് കെട്ടിയൊക്കെ പിടിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ദേവയാനി ഉണ്ടല്ലോ കൂടെ. ദേവയാനി ഓടി അടുത്ത് ചെന്നിട്ട് കെട്ടിയൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ. കെട്ടി പിടിക്കാനായിട്ട് ഇങ്ങനെ നോക്കുവാണ്. അപ്പോഴത്തേക്കിനാണ് നമ്മുടെ ആദർശ് അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത്. പെട്ടെന്ന് തന്നെ ദേവയാനി തൻ്റെ മുഖഭാഗം എല്ലാം മാറ്റിയിട്ട് നിൽക്കുവാണ്. അപ്പോൾ നമ്മുടെ ആദർശ് വന്നിട്ട് ചോദിക്കുന്നുണ്ട് ആഹാ നന്ദു എത്തിയോ? ഇതാ ഇപ്പോൾ എത്തിയതേ ഉള്ളൂ എന്നിങ്ങനെ നന്ദു പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ ആദർശ് പറയുകയാണ് ഒരു ദിവസമെങ്കിലും വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടുണ്ടോ എന്ന് ചോദിക്കും കേട്ടോ. ഇല്ല, ഒരു ദിവസം പോലും മാറി നിന്നിട്ടില്ല എന്നിങ്ങനെ നന്ദു പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ ക്യാമ്പിലേക്ക് പോയി കഴിഞ്ഞാൽ പ്രശ്നമാവുമല്ലോ എന്നിങ്ങനെ ആദർശ് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ നയന പറയുന്നുണ്ട് സിക്നസിൻ്റെ കാര്യത്തിൽ ഇവൾ ഓക്കെയാണ്, ഒരു കുഴപ്പവും ഇല്ല. ഞാൻ അതല്ല പറഞ്ഞത്, വീട്ടുകാരെ കാണാതെ പിടിച്ചു നിൽക്കാൻ വലിയ പ്രയാസമായിരിക്കും, ഞാൻ അതാണ് ഉദ്ദേശിച്ചത് ഇങ്ങനെ ആദർശ് പറയുവേ. അല്ല എത്രയൊക്കെ ഫിറ്റ്നസ് ഉണ്ടെന്ന് പറഞ്ഞാലും വീട്ടിൽ നിന്ന് പിരിയുന്നത് ഒരു പ്രശ്നം തന്നെയായിരിക്കും എന്നിങ്ങനെ ആദർശ് പറയുവാണ്. അപ്പം നമ്മുടെ ദേവയാനി ചോദിക്കുന്നുണ്ട് അവൾക്കൊരു പ്രശ്നമില്ല, പിന്നെ നിനക്കെന്താ ഇത്ര പ്രശ്നമെന്ന്? അല്ല ഞാൻ വീട്ടിൽ നിന്ന് മാറി നിന്നപ്പോൾ ഏറ്റവും കൂടുതൽ സങ്കടം അമ്മയ്ക്കായിരുന്നല്ലോ. അത് നീ ഒറ്റ മോനായിരുന്നു, പിന്നെ നിനക്ക് ഇത്തിരി പ്രശ്നം ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ടാണ്. അപ്പോഴത്തേക്കും നമ്മുടെ നന്ദു ഒരു വഴി പറക്കും കേട്ടോ. സത്യമായിട്ട് ഇത്രയും നാളും പോകാൻ ഭയങ്കര ഉത്സാഹത്തിലിരുന്നാണ്, ഈ സമയമായപ്പോഴത്തേക്കിനും പോകണ്ടെന്നിങ്ങനെ തോന്നുവാന്നിങ്ങനെ പറയുവേ. അപ്പം നമ്മുടെ നയന പറയുന്നുണ്ട് എന്നാൽ പിന്നെ നീ പോകണ്ട, അല്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്കും നീ പോലീസ് ആവുന്നതിനോട് ഒരു താല്പര്യവും ഇല്ലെന്നിങ്ങനെ പറയുവേ. അപ്പോഴത്തേക്കും നമ്മുടെ ആദർശ് പറയുന്നുണ്ട് നന്ദുവിൻ്റെ സ്വഭാവം അറിയാലോ, അതുകൊണ്ടാണ് ഇവരൊക്കെ ഇങ്ങനെ പറയുന്നത്. ഇതിനിടയ്ക്ക് നമ്മുടെ ദേവയാനി നന്ദുവിനോട് ചോദിക്കുന്നുണ്ട് നിനക്ക് എന്താ കുടിക്കാൻ വേണ്ടതെന്ന്. അപ്പോഴത്തേക്കിനും നമ്മുടെ നയന ചാടിക്കയറി പറയുവാണ് അമ്മ എന്ത് കൊടുത്തെന്നാലും നന്ദു കുടിച്ചോളൂ എന്ന് പറയാം. അത് ഞാൻ നിന്നോടാണ് ചോദിച്ചത്, ഞാൻ ഇവളോടല്ലേ ചോദിച്ചത്. നമ്മുടെ നന്ദു പറയുന്നുണ്ട് അമ്മയ്ക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും എടുത്തോളാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ദേവയാനി പറയുന്നുണ്ട് എന്നാൽ പിന്നെ ഓറഞ്ച് ജ്യൂസ് എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ദേവയാനി അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പം നമ്മുടെ ആദർശ് പറയുകയാണ് ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മുടെ അമ്മ എല്ലാം നന്ദുവിന് ഇഷ്ടമുള്ള എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നിങ്ങനെയും പറയുന്നുണ്ട്. ഇനി എന്തെങ്കിലും മേടിക്കാനുണ്ടെങ്കിൽ